Hello, my dear students. Welcome you all to my YouTube channel. IGNOU PG second year സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ലേഷൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ വിജയാശംസകൾ ആദ്യം നേരുന്നു. MAL 006 സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ലേഷൻ്റെ എല്ലാ യൂണിറ്റുകളും വളരെ പെട്ടെന്ന് ഒറ്റ ഇരിപ്പിൽ നിങ്ങൾക്ക് കേട്ടു തീർക്കാൻ പറ്റിയ രൂപത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ നോട്ടുകൾ മാത്രം ഷെയർ ചെയ്ത് ഒരു ഓട്ടപ്രദക്ഷിണമാണ് നമ്മൾ കാഴ്ചവെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നിങ്ങൾ എല്ലാ ചാപ്റ്ററുകളും പഠിച്ച് റിവൈസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ അതിലെ കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ അതല്ലാതെ മുഴുവൻ വായിക്കാൻ സമയം കിട്ടാത്തവർക്ക് എക്സാമിൻ്റെ തൊട്ട് മുമ്പായി ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കാൻ പറ്റിയ മുമ്പ് കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസുകൾ കൂടെ പരിഗണിച്ച് തയ്യാറാക്കിയ നോട്ടുകൾ ആണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് എല്ലാ യൂണിറ്റും കവർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഇമ്പോർട്ടൻ്റ് നോട്ടുകൾ മാത്രം, ബ്രീഫ് നോട്ട് മാത്രം ഷെയർ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആകുമെന്ന് കരുതുന്നു. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ടെക്സ്റ്റ് ബേസ്ഡ് ട്രാൻസ്ലേഷൻ, അത്തർജുമത്തുൻ നസ്വിയ, അത് തന്നെ അസിയാസിയ പൊളിറ്റിക്കലും ഉണ്ട്, വസഹ്ഫിയ ജേർണലിസ്റ്റിക്കും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അഹ്ദാഫുകൾ, ആ യൂണിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അഹ്ദാഫ് ലക്ഷ്യങ്ങൾ, രാഷ്ട്രീയപരവും മാധ്യമപരമായ അറബി ഇംഗ്ലീഷ് പരിഭാഷയെ പരിചയപ്പെടുത്തുക എന്നുള്ളതും പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് വേർഡ്സുകളും അതിൻ്റെ സ്റ്റൈൽ, അതിൻ്റെ ശൈലികളും പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്, അതിൽ 3 രാഷ്ട്രീയ സ്വഭാവമുള്ള അറബി ഇംഗ്ലീഷ് ലേഖനങ്ങളാണുള്ളത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, ഒന്നാമത്തത് സദ്ദുൻ നഹ്ല, റെനൈസൻസ് ഡാം, അതായത് എത്യോപ്യയുടെ ഡാം വിഷയത്തിൽ നൈൽ നദിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണത്. രണ്ടാമത്തത് സഹ്റാഹുൽ ഗർബിയ, വെസ്റ്റേൺ സഹാറ, അതിലെ തർക്കമാണ്. മൂന്നാമത്തത് സിയാറത്തു വലിയിൽ അഹ്ദ് സഊദി ലി ഖത്തർ, സഊദി പ്രിൻസിൻ്റെ ഖത്തറിലേക്കുള്ള സന്ദർശനമാണ്. ഇതൊക്കെ ജമീഉഹാ ബി ഉസ്ലൂബിൻ സുഹ്ഫിയ്യിൻ, ഇതൊക്കെ ഒരു ജേർണലിസ്റ്റിക് സ്റ്റൈലിലാണ് ഈ 3 എഴുതപ്പെട്ടത്. പിന്നെ നമ്മൾ ആദ്യത്തേത് എടുക്കുകയാണെങ്കിൽ, അതായത് അന്നസുൽ അറബിൽ അവൽ സദ്ദുൻ നഹ്ല, അതെടുക്കുകയാണെങ്കിൽ, അതായത് റിനൈസൻസ് ഡാം, ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് വൊക്കാബുലറി നോക്കുകയാണ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് വൊക്കാബുലറിയാണ് നമ്മൾ നോക്കുന്നത്. അതിൽ സദ്ദുൻ നഹ്ല, സദ് എന്ന് പറഞ്ഞാൽ ഡാം എന്നും നഹ്ല എന്ന് പറഞ്ഞാൽ റിനൈസൻസ് എന്നുമാണ്. പിന്നെ മജ്ലിസുൽ അംന്, സെക്യൂരിറ്റി കൗൺസിൽ, സുരക്ഷാ കൗൺസിൽ. അൽ അസിമ്മ, ക്രൈസിസ്, അതിലെ പ്രധാനപ്പെട്ട വൊക്കാബുലറിയാണ് കേട്ടോ. അസിമ്മ എന്ന് പറഞ്ഞാൽ ക്രൈസിസ് ആണ്. അൽ ഖസാനുൽ മായി, വാട്ടർ റിസർവയർ, അതായത് ജലസംഭരണി. പിന്നെ അൽ ഇത്തിഫാഖുൽ മുൽസിം, ബൈൻഡിങ് അഗ്രിമെന്റ്, നിയമബന്ധമായ കരാറിനാണ് അൽ ഇത്തിഫാഖുൽ മുൽസിം എന്ന് പറയുന്നത്. ഇതിൽ ഈ ആദ്യത്തെ ടെക്സ്റ്റിൽ അതുപോലെ ഡാം നികത്തുക, അതുപോലെ അവർക്കിടയിലുള്ള തർക്കം, പിന്നെ ഈജിപ്ത്, സുഡാൻ, എത്യോപ്യ, ഈ രാജ്യങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള നിലപാടുകളൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ ഭാഗത്തിലെ അടുത്ത നോക്കാനുള്ളത്, ഈ ഭാഗത്തിലെ പ്രധാനപ്പെട്ട ഡിഫിക്കൽട്ട് വേർഡ്സ് ആണ്. അൽ കലിമാത്തു സ്വഅബ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് അൽ മിൽ, നിറക്കൽ, ഫില്ലിംഗ്. പിന്നെ അത്തഹ്ദീദുൽ വുജൂദി, എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ്, നിലനിൽപ്പിൻ്റെ ഭീഷണിയാണ് അത്തഹ്ദീദുൽ വുജൂദി. പിന്നെ അൽ ഇത്തിഫാഖ് എന്ന് പറഞ്ഞാൽ കരാർ, എഗ്രിമെന്റ്. പിന്നെ അൽ ഖിലാഫാത്ത്, കോൺഫ്ലിക്ട്സ്, തർക്കങ്ങൾ. ഇതിലൊരു പ്രാക്ടീസ് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഒരു ഇംഗ്ലീഷ് തരും, അത് അറബിയിൽ കാക്കേണ്ടി വരും, അറബി തന്നിട്ട് ചിലപ്പോൾ ഇംഗ്ലീഷ് കാക്കേണ്ടി വരും, അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഒരു ഉദാഹരണത്തിന് ഇതിലുള്ള ഇത് പറയാം.
ഓലത്ത മജ്ലിസുൽ അംൻ ജൽസിയത്തുൽ മുനാഖശ. ഇത് എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം? മജ്ലിസുൽ അംൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, സെക്യൂരിറ്റി കൗൺസിലാണ്. പിന്നെ അപ്പോൾ ദ സെക്യൂരിറ്റി കൗൺസിൽ ഹെൽഡ് എ സെഷൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ അതുപോലെ തൊട്ടടുത്ത് വരുന്ന സൊഹറ ഉൽ ഗർബിയയിലും അലാഖാത്തു സൗദിയൽ ഖത്തരിയ, സൗദി ഖത്തർ റിലേഷൻ ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അടുത്ത യൂണിറ്റിലേക്ക് കടന്നാൽ 2 കൊമേഴ്ഷ്യൽ ട്രാൻസ്ലേഷനാണ്, അതായത് തർജുമത്തു തിജാരിയ. ഇതിൻ്റെ അഹ്ദാഫ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ രംഗത്ത് ഉപയോഗിക്കുന്ന അറബി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്കുള്ള പരിചയമാണ്. തർജുമത്തു തിജാരിയ ഹിയ തർജുമത്തുൽ മുതഅല്ലഖ ബിൽ അഅ്മാൽ വത്തിജാറ വൽ മാൽ. അതായത് വാണിജ്യപരമായ പരിഭാഷ എന്നത് ബിസിനസ്, അതുപോലെ സാമ്പത്തികം, വ്യാപാരം ഇവയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്ലേഷനാണ് അത്തർജുമത്തു തിജാരിയ എന്ന് പറയുന്നത്. ഈ തർജുമത്തുൽ മുതഅല്ലഖ അത് ബന്ധപ്പെട്ട ട്രാൻസ്ലേഷനാണ്, റിലേറ്റഡ് ആയ ട്രാൻസ്ലേഷനാണ് ബിൽ അഅ്മാൽ വത്തിജാറ വൽ മാൽ, ബിസിനസ്, സാമ്പത്തികം, വ്യാപാരം. ഇതില് സ്റ്റൈലുകൾ അല്ലെങ്കിൽ അതിൻ്റെ പല മെത്തേഡുകൾ ഇൻക്ലൂഡ് ആകുന്നുണ്ട്. അൽ ഉഖൂദ്, ഉഖൂദ് എന്ന് പറയുന്നത് കോൺട്രാക്ട്സിനാണെന്ന് പറയാം. പല കോൺട്രാക്റ്റുകൾ ഉണ്ടാവും തിജാറത്താവുമ്പോൾ, കച്ചവടമാകുമ്പോൾ. പിന്നെ അൽ ഇഅ്ലാനാത്ത്, അഡ്വർടൈസ്മെന്റ്. അൽ മുറാസിലാത്ത് തിജാരിയ, ബിസിനസ് കറസ്പോണ്ടൻസിനാണ് അൽ മുറാസിലാത്ത് തിജാരിയ എന്ന് പറയാം. പിന്നെ അൽ ഫവാത്തീർ എന്ന് പറയുമ്പോൾ ഇൻവോയ്സുകളാണ്. ഹിസാബാത്ത് എന്ന് പറയുന്നത് അക്കൗണ്ടുകളാണ്. ഇപ്പോൾ ട്രാൻസ്ലേഷനിൽ പ്രധാനപ്പെട്ടത് വാക്കുകൾ, അതുപോലെ അതിൻ്റെ ടെക്നിക്കൽ വേർഡ്സുകൾ നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ധാരണ ഉണ്ടായാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിലെ ആദ്യത്തേത് അന്നസുൽ അറബിൽ അവൽ അൽ ഇഅ്ലാനു തിജാരിയ എന്നാണ്. ഇതൊരു എന്താ പറയുക, ഒരു പ്രൊമോഷണൽ അനൗൺസ്മെന്റ് ആണ്. ഇതിലെ വിഷയം ഇഫ്തിതാഹ് മത്ജർ ജദീദ്, ഒരു പുതിയ കടയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ കോണ്ടന്റുള്ള ചാപ്റ്ററാണത്. അതിലെ പ്രധാനപ്പെട്ട മുഫ്രദാത്ത്, വൺ വേർഡുകൾ നമുക്ക് നോക്കാം. ഹസ്മുൻ ഖാസ്, സ്പെഷ്യൽ ഡിസ്കൗണ്ടിനാണ് ഹസ്മുൻ ഖാസ് എന്ന് പറയാം. പിന്നെ ഇനാഗ്രേഷൻ്റെ അറബി ഇഫ്തിതാഹ് ആണ്, അറിയാം. പിന്നെ ഹദിയത്തുൻ മജാനിയ, ഫ്രീ ഗിഫ്റ്റ്. അർളുൻ ഖാസ്, സ്പെഷ്യൽ ഓഫർ. ലിഫത്രത്തിൻ മഹ്ദൂദ, ലിമിറ്റഡ് ടൈം. ഓക്കെ, അതൊക്കെയാണ് കച്ചവടവുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വാക്കുകൾ. അപ്പോൾ ഇതുപോലുള്ള വൈവിധ്യമാർന്ന ബിസിനസ് ആശയങ്ങൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യാപാര സ്വഭാവം നഷ്ടപ്പെടാത്ത അനുസരണമുള്ള ആ രീതിയിലുള്ള ഒരു ഭാഷ തിരഞ്ഞെടുക്കണം എന്നാണ് ഇതിൻ്റെ മെയിൻ ഹദഫായിട്ട് പറയുന്നത്. അതിൽ രണ്ടാമത്തെ ചാപ്റ്റർ അൽ മുറാസിലാത്തു തിജാരിയാണ്. അതായത് ബിസിനസ് ലെറ്റേഴ്സ്, ഒരു ഇടത്തു നിന്ന് മറ്റു സ്ഥാപനത്തേക്ക് അയക്കുന്ന ബിസിനസ് കത്തുകൾ. അതിൽ പ്രധാനപ്പെട്ട വാക്കുകൾ അഷക്കാവ, കംപ്ലൈൻറ്റ്സ്, അത്വലബാത്ത്, ഓർഡേഴ്സ്, അതുപോലെ അത്തക്കീദാത്ത്, കൺഫർമേഷൻസ്, അൽ ഫവാത്തീർ, ഇൻവോയ്സസ്. അപ്പോൾ ഇൻവോയ്സസിന് അൽ ഫവാത്തീർ എന്നാണ് പറയുക. ഉദാഹരണം നോക്കാം, ഒരു ട്രാൻസ്ലേഷൻ എൻ്റെ എക്സാമ്പിളായിട്ട് നോക്കാം. നർജു അത്തക്കറും ബിഇർസാലിൻ ഖായിമത്തിൽ അസ്ആർ അൽ മുഹദ്ദസ ഫി അഖ്റബി വഖ്തിൻ മുംകിൻ. ഇതിൻ്റെ അർത്ഥം നർജു എന്ന് പറയാന്ന് നമുക്കറിയാം, കൈൻഡ്ലി വി റിക്വസ്റ്റ് എന്നൊക്കെയാണ് അർത്ഥം. കൈൻഡ്ലി വി റിക്വസ്റ്റ് ടു സെൻഡ് us the updated price list at the earliest എന്നാണ് ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷിൻ്റെ അറബിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. നർജു അത്തക്കറും, കൈൻഡ്ലി വി റിക്വസ്റ്റ് ടു വാട്ട് ബി ഇർസാലി ഖായിമത്തിൽ അസ്ആർ. ഖായിമത്തുൽ അസ്ആർ എന്ന് പറഞ്ഞാൽ പ്രൈസ് ലിസ്റ്റാണ്. ഇർസാൽ എന്ന് പറയുമ്പോൾ സെൻഡ്. അൽ മുഹദ്ദസ എന്ന് പറയുമ്പോൾ അപ്ഡേറ്റഡ്. ഓക്കെ,
ബിഇർസാലി ഖായിമത്തിൽ അസ്ആരിൽ മുഹദ്ദസതി ഫി അഖ്റബി വഖ്തിൻ മുംകിൻ. മുംകിൻ എന്ന് പറയുമ്പോൾ സാധ്യമാകുന്ന, അഖ്റബ് വഖ്ത് എന്ന് പറഞ്ഞാൽ ഏർലിയസ്റ്റ്, അതാണ് അതിൻ്റെ അർത്ഥം. ഇതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ ഇനിയുണ്ട്. ഫാത്തൂറ നമ്മൾ പറഞ്ഞു, ഫാത്തൂറ. ഫവാത്തീറാണ് ഇൻവോയ്സസ്. അപ്പം അത് ജം ആണ്, അതിൻ്റെ മുഫ്രദ് ഫാത്തൂറയാണ്, ഇൻവോയ്സ്. ഫവാത്തീർ ഇൻവോയ്സസ്. പിന്നെ ദഫ്അത്തുൻ മുഖദ്ദമ, അഡ്വാൻസ് പേയ്മെന്റിനാണ് ദഫ്അത്തുൻ മുഖദ്ദമ എന്ന് പറയും. പിന്നെ ഷുറൂത്തു ദഫ്അ, പേയ്മെന്റ് ടേംസ്, ഷുറൂത്തു ദഫ്അ. പിന്നെ അത്തസ്ലീം, ഡെലിവറി. പിന്നെ ഇസ്തിർദാദ്, റീഫണ്ട്. അപ്പൊ റീഫണ്ടിന് ഇസ്തിർദാദ് എന്നും ഡെലിവറിക്ക് അത്തസ്ലീം എന്നും പിന്നെ പേയ്മെന്റ് ടേംസിന് ഷുറൂത്തു ദഫ്അ എന്നും അഡ്വാൻസ് പേയ്മെന്റിന് ദഫ്അത്തുൻ മുഖദ്ദമ എന്നും ഇൻവോയ്സിന് ഫാത്തൂറ എന്നും നമ്മൾ പഠിച്ചു. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ടായി ശ്രദ്ധിക്കേണ്ടത് അൽ ഉഖൂദ് തഹ്താജു ഇലാ ദിഖത്തിൻ ശദീദ വതജന്നുബുൽ കലിമാത്തുൽ ആതിഫിയ. അതായത് കരാറുകൾ, അഗ്രിമെന്റ്സുകൾ പരിഭാഷ ചെയ്യുമ്പോൾ കൃത്യതയും നിയമപരവുമായ വാക്കുകൾ ഇതിൽ അനിവാര്യമാണ് എന്നാണ് അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് നോട്ടായിട്ട് പറയുന്നത്. പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് യൂണിറ്റ് 38 മൊത്തം ചാപ്റ്ററുകളിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓൾവേസ് പ്രിസർവ് ദ ടോൺ ഓഫ് പ്രൊഫഷണലിസം. നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ലാംഗ്വേജുകൾ യൂസ് ചെയ്യുക. ട്രാൻസ്ലേറ്റ് ഇൻറ്റൻറ്റ്, നോട്ട് ജസ്റ്റ് വേർഡ്. അത് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ. പിന്നെ അതുപോലെ ഹാൻഡിൽ നമ്പേഴ്സ്, ഡേറ്റ്സ്, ഡിസ്കൗണ്ട്സ് ആൻഡ് ടേംസ് വെരി കെയർഫുള്ളി. കച്ചവടമായതുകൊണ്ട് ഓരോ നമ്പറിനും മൂല്യമുണ്ട്. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ടതൊന്ന്. ഓക്കെ. അടുത്തത് പിന്നെ ലീഗൽ ട്രാൻസ്ലേഷനാണ്. ലീഗൽ ട്രാൻസ്ലേഷൻ, അത്തർജുമത്തുൽ ഖാനൂനിയ, അടുത്ത യൂണിറ്റ്. നിയമപരമായ പരിഭാഷ, അത്തർജുമത്തുൽ ഖാനൂനിയ. അതിൻ്റെ പ്രധാനപ്പെട്ട അഹ്ദാഫുകൾ, നിയമഭാഷയിലെ സ്പെഷ്യാലിറ്റീസ്, അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. പിന്നെ നിയമരേഖകളെക്കുറിച്ച് അറബി ഇംഗ്ലീഷ് പരിഭാഷ ചെയ്യാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക. അതുപോലെ നിയമപരമായി ഉപയോഗിക്കുന്ന മ്യൂച്വൽ ടേൺസ് ഒക്കെ ഉണ്ടാവും, അത് യഥാർത്ഥ അർത്ഥത്തിൽ അതിനെ സേവ് ചെയ്യാൻ പഠിക്കുക. അത് നോക്കുകയാണെങ്കിൽ അത്തർജുമത്തുൽ ഖാനൂനിയ, ലീഗൽ ട്രാൻസ്ലേഷൻ, ഹിയ الترجمة التي تتعلق بالنصوص القانونية مثل القوانين العقود اللوائح الأحكام والشهادات. അതായത് ലീഗൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നിയമപരമായ രേഖകളായ കരാറ്, അതുപോലെ നിയമങ്ങൾ, സർട്ടിഫിക്കറ്റ്, ആജ്ഞകൾ, ഓർഡറുകൾ, നിബന്ധനകൾ, ഇവയുമായി റിലേറ്റഡ് ആയ ട്രാൻസ്ലേഷനാണ് നമ്മൾ എന്ത് പറയാം, ലീഗൽ ട്രാൻസ്ലേഷൻ എന്ന് പറയാം. ഓക്കെ. ഖവാനീൻ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ, ഉഖൂദ് എന്ന് പറഞ്ഞാൽ കരാറുകൾ, അതുപോലെ അല്ലവാഇഹ്, പിന്നെ അഹ്കാം, ഷഹാദാത്ത്, സർട്ടിഫിക്കറ്റ്, പിന്നെ ആജ്ഞകൾ, നിയമങ്ങൾ. പ്രധാനപ്പെട്ടതും ഈ തർജുമ ഹാദിഹി തർജുമത്തു തഹ്താജു ഇല ദിഖത്തി വൽ വുളൂഹി വൽ ഹയാത്ത്. ഈ ട്രാൻസ്ലേഷൻ കൃത്യതയും വ്യക്തതയും നിഷ്പക്ഷതയും ആവശ്യപ്പെടുന്ന പരിഭാഷാ രൂപമാണ് ഈ ലീഗൽ ട്രാൻസ്ലേഷൻ. ഇതിൻ്റെ ഖസായിസ്, പ്രത്യേകതകൾ നോക്കാം. ഖസായിസു തർജുമത്തിൽ ഖാനൂനിയ. ഒന്ന്, ദിഖത്തുൽ മുസ്തലഹാത്താണ്. അതായത് നിർദ്ദിഷ്ടമായ നിയമപദങ്ങൾ തന്നെ ഉപയോഗിക്കണം. രണ്ട്, സബാത്തുൽ ഉസ്ലൂബാണ്. അതായത് ഒരു തവണ ഉപയോഗിച്ച പദം വീണ്ടും അതേ അർത്ഥത്തിൽ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിയമപരമായ ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് വ്യത്യസ്ത വാക്കുകൾ, അർത്ഥങ്ങൾക്ക് ഒരേ വാക്കുകൾ ഉപയോഗിച്ചാൽ അത് പ്രശ്നമാണ്. അതുപോലെ ഹയാത്ത്, ഭാവനയോ വ്യക്തിപരമോ ആയ വികാരമോ ഒഴിവാക്കണം. അതായത് പക്ഷപാതമില്ലാതെ നിഷ്പക്ഷമാവണം. അപ്പോൾ ഹയാദ് എന്ന് പറയുമ്പോൾ നിഷ്പക്ഷത, ഹയാദ്. അടുത്തത് അൽ-ലുഗത്തുർ റസ്മിയാണ്. അതായത് ഔദ്യോഗികമായ ഭാഷ ഉപയോഗിക്കണം. റസ്മിയ എന്ന് പറഞ്ഞാൽ
പിന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ്, ലുഗത്തുർ റസ്മിയ, ഔദ്യോഗികമായ ഭാഷ. പിന്നെ നുസൂസ് ഖാനൂനിയ മുത്തറജ്ജമ, ട്രാൻസ്ലേറ്റഡ് ലീഗൽ ടെക്സ്റ്റാണ് അടുത്ത ചാപ്റ്ററിൽ വരുന്നത്, അല്ലെങ്കിൽ അടുത്തൊരു ഒരു ഭാഗമായി വരുന്നത്. ഇതിലെ കുറച്ച് ഉദാഹരണങ്ങളാണ് ഈ ഭാഗത്തിൽ നൽകിയിട്ടുള്ളത്. അൽ അഖദു സാനിൽ മഫ്ഊലി ലിമുദ്ദത്തി സനത്തിൻ വാഹിദ. The contract shall remain in force for 1 year. അൽ അഖദ് സാരിൽ മഫ്ഊൽ ലിമുദ്ദത്തി സനത്തിൻ വാഹിദത്തിൻ. അതായത് ഒരു വർഷത്തേക്ക് കരാർ ബാധകമായിരിക്കുമെന്ന് എങ്ങനെ പറയുക എന്നുള്ളതാണ്. രണ്ടാമത്തത് യതിമ്മു ഫസ്ഖുൽ അഖ്ദി ബിമൂജബിൻ ഇശ്ആരിൻ ഖത്തി. ദ കോൺട്രാക്ട് ഷാൽ ബി ടെർമിനേറ്റഡ് ബൈ റിട്ടൺ നോട്ടീസ്. ഈ പിന്നെ കരാറ് ടെർമിനേറ്റ് ചെയ്യുന്നത് ഒരു റിട്ടൺ നോട്ടീസിലൂടെ മാത്രമായിരിക്കും. യതിമ്മു ഫസ്ഖുൽ അഖ്ദ്, അഖ്ദ് എന്ന് പറയുമ്പോൾ കോൺട്രാക്റ്റ് ആണ്. കോൺട്രാക്ട് ഫസ്ഖ് എന്ന് പറയുന്നത് ടെർമിനേഷൻ. അപ്പോൾ പിന്നെ കരാറ് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നത് ബിമൂജബി ഇശ്ആരിൻ ഖത്തിയിൻ, ഒരു റിട്ടൺ പിന്നെ നോട്ടീസ്, ഇശ്ആറുൻ ഖത്തി, അത് നിർബന്ധമാണ്. ഓക്കെ. അൽ മുസ്തലഹാത്തുൽ ഖാനൂനിയ ഷായിഅ, പൊതുവായ നിയമപരമായ വാക്കുകൾ, ഈ ഇതിനുപയോഗിക്കുന്ന മുസ്തലഹാത്തുകൾ നമുക്ക് നോക്കാം. അഖദ് നമ്മൾ പറഞ്ഞു, കോൺട്രാക്ട്. ഇത്തിഫാഖ് അഗ്രിമെന്റ് ആണ്. തൊർഫുൻ അവൽ ഫസ്റ്റ് പാർട്ടി, തൊർഫുൻ സാനി സെക്കൻഡ് പാർട്ടി. ഓക്കെ. പിന്നെ ഷർത്ത് കണ്ടീഷൻ. ഫസ്ഖുൽ അഖദ് നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞു, ടെർമിനേഷൻ ഓഫ് ദ കോൺട്രാക്ട്. പിന്നെ നാഫിദ് എന്ന് പറയുന്നത് വാലിഡ് അല്ലെങ്കിൽ ഇൻഫോഴ്സ്, ബാധകമായ. പിന്നെ അൽ മഹ്കമ, മഹ്കമ എല്ലാവർക്കും അറിയുണ്ടാവും, കോർട്ട്, കോടതി. അദ്ദഅ്വ, കേസ്, ലോസ്യൂട്ട്, കേസിനാണ് അദ്ദഅ്വ എന്ന് പറയുന്നത്. പിന്നെ ഹുക്മ്, ജഡ്ജ്മെന്റ്, വിധി. അപ്പോൾ ജഡ്ജ്മെന്റിന് ഹുക്മ് എന്നും, ലോസ്യൂട്ട് കേസിന് ദഅ്വ എന്നും, കോർട്ടിന് മഹ്കമ എന്നും, പിന്നെ ടെർമിനേഷൻ ഓഫ് ദ കോൺട്രാക്റ്റിന് ഫസ്ഖുൽ അഖദ് എന്നും, കണ്ടീഷന് ഷർത്ത് എന്നും, ഫസ്റ്റ് പാർട്ടിക്ക് തൊർഫുൽ അവൽ, സെക്കൻഡ് പാർട്ടിക്ക് തൊർഫുൻ സാനി, അഗ്രിമെന്റിന് ഇത്തിഫാഖ്, കോൺട്രാക്റ്റിന് അഖദ്. ഓക്കെ. പ്രധാനപ്പെട്ട ചില നോട്ടുകൾ നോക്കാം ഈ വിഷയത്തിൽ. തംബീഹാത്ത് ലിൽ മുത്തർജിം അൽ ഖാനൂനി, ലീഗൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്ക് ഉള്ള ചില പ്രത്യേക കോഷൻസ്. ഒന്ന്, ലാ തുലിഫ് ഔ തഹ്റഫ് അയ്യ മഅനി, അർത്ഥം ചേർക്കുകയോ ഒഴിവാക്കുകയോ ഒന്നും ചെയ്യരുത്. അതാണ് പ്രധാനപ്പെട്ട. ലാ തുലിഫ് ഔ ലാ തഹ്റഫ് അയ്യ മഅനിൻ, മഅന അയ്യ മഅന, ഒരു അർത്ഥവും കളയുകയോ ചേർക്കുകയോ ചെയ്യരുത്. പിന്നെ ഇസ്തഖ്ദിം മുസ്തലഹാത്തിൻ മുവഹദ, ഒരു പദം ഒരേ രീതിയിൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കണം, നമ്മൾ നേരത്തെയും പറഞ്ഞു. പിന്നെ ഹാഫിൽ അലാ സിഗത്തിൽ ജുംലത്തിൽ അസ്ലിയ ബിഖദരിൽ ഇംകാൻ, ആദ്യ ഭാഷയിലെ ശൈലി പൂർണ്ണമായും, അത് കണ്ടിന്യൂഷൻ, കൺസിസ്റ്റൻസി, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ പ്രധാനമായി നമ്മൾ പറഞ്ഞത് അതിൻ്റെ ടേംസ്, അതിൻ്റെ തിയറി പറയുകയാണെങ്കിൽ യൂസ് ഫോർമൽ ആൻഡ് കൺസിസ്റ്റന്റ് ആൻഡ് ന്യൂട്രൽ ലാംഗ്വേജ് ആണ്. അതുപോലെ ട്രാൻസ്ലേറ്റ് ഓൺലി വാട്ട് ഈസ് റിട്ടൺ, നോ ഇമാജിനേഷൻ, അതാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. പിന്നെ മാസ്റ്റർ സ്റ്റാൻഡേർഡ് ലീഗൽ ടേംസ് ഇൻ ബോത്ത് അറബിക് ആൻഡ് ഇംഗ്ലീഷ്, ശ്രദ്ധിക്കണം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് യൂണിറ്റ് 4, സയൻറ്റിഫിക് ട്രാൻസ്ലേഷൻ, അത്തർജുമത്തുൽ ഇൽമിയ, ശാസ്ത്രീയമായ പരിഭാഷയാണ്. യൂണിറ്റ് 4 ശാസ്ത്രീയപരമായ ട്രാൻസ്ലേഷൻ. അതിൻ്റെ അഹ്ദാഫുകൾ പറയുകയാണെങ്കിൽ വൊക്കാബുലറി, അതിൻ്റെ വേർഡ്സുകൾ കൈകാര്യം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ അറബി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ശാസ്ത്രീയപരമായ ട്രാൻസ്ലേഷൻ്റെ ഇമ്പോർട്ടൻസ് ഈ യൂണിറ്റ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ശാസ്ത്രലേഖനങ്ങൾക്കൊരു സ്പെഷ്യൽ സ്റ്റൈലും ഒരു ഘടനയൊക്കെ ഉണ്ട്. അതുപോലെ സോഴ്സുകൾ, അതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്
അത്തർജുമത്തുൽ ഇൽമിയ തഅനി തർജുമത്തൻ നുസൂസിൽ മുതഅല്ലഖതി ബിൽ ഉലൂം മിസ്ല തിബ് അൽ കീമിയ അൽ ഫിസിയ ടെക്നോളജിയ അൽ ബിഅ. അതായത് ശാസ്ത്രീയ പരിഭാഷ എന്നത് വൈദ്യശാസ്ത്രവും കെമിസ്ട്രിയും ഫിസിക്സും അതുപോലെ സാങ്കേതിക വിദ്യയും പരിസ്ഥിതിയും അങ്ങനെ പോലെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളുടെ പരിഭാഷയാണ്. അത്തർജുമത്തുൽ ഇൽമിയ സയന്റിഫിക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് തഅനി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തർജുമത്തൻ നുസൂസ് ചില രേഖകളുടെ ട്രാൻസ്ലേഷനാണ്. അൽ മുതഅല്ലഖതി റിലേറ്റഡ് ആയ, എന്തുമായി റിലേറ്റഡ് ആയ? ബിൽ ഉലൂം ശാസ്ത്രവുമായി. ഏതുപോലെ? മിസ്ല തിബ് വൈദ്യശാസ്ത്രം, കീമിയ കെമിസ്ട്രി, ഫിസിയ ഫിസിക്സ്, ടെക്നോളജിയ എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യ, വൽ ബിഅ എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി. ഇത് നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ തഹ്താജു ഇലാ ദിഖത്തിൻ ശദീദത്തിൻ വ മുസ്തലഹാത്തിൻ വാളിഹത്തിൻ വ മുഹദ്ദദ, വളരെ കൃത്യവും വ്യക്തവും നിശ്ചിത ഫിക്സഡ് പദങ്ങൾ ഉപയോഗിച്ച് ചെയ്യണം. ഇതിന്റെ പ്രത്യേകതകൾ: ഒന്ന്, അദ്ദിഖത്തു വൽ ഈജാസ്, കൃത്യതയും സംക്ഷിപ്തവുമായിരിക്കണം. രണ്ട്, തൗഹീദുൽ മുസ്തലഹാത്ത്, സ്റ്റാൻഡേർഡ് ശാസ്ത്രീയ പദങ്ങൾ ഉപയോഗിക്കണം. പിന്നെ ഗയാബുൽ ആതിഫ, ആശയപ്രകടനം മാത്രം, അല്ലാതെ അലങ്കാരം ഒഴിവാക്കണം. അത്തർത്തീബുൽ മന്തിഖി, ക്രമബദ്ധമായ അവലംബം വേണം ഓരോന്നിനും. ഇതിൽ പ്രധാനപ്പെട്ട വാക്കുകൾ നോക്കാം. ദർജത്തുൽ ഹറാറ, ടെമ്പറേച്ചറിനാണ് ദർജത്തുൽ ഹറാറ എന്ന് പറയുന്നത്. അതുപോലെ ലോകത്തുദ്ദം, ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം. ലോകത്തുദ്ദം, ബ്ലഡ് പ്രഷർ. പിന്നെ അത്തുലൂസ്, മലിനീകരണം, പൊല്യൂഷൻ. അതുപോലെ തജറുബ, എക്സ്പെരിമെന്റ്, പരീക്ഷണം. തെജ്രിബത്ത് എന്നും പറയും, തെജ്രിബത്ത്. അതുപോലെ തോക്കത്തുൻ ശംസിയ, സോളാർ എനർജി, സൗരോർജം. ഫൈറൂസിനാണ്, വൈറസിനാണ് ഫൈറൂസ് എന്ന് പറയും. അതുപോലെ ലഖാഹ് എന്ന് പറഞ്ഞാൽ വാക്സിൻ. ഓക്കെ, അതിൻ്റെ അടുത്ത ഭാഗമാണ് പിന്നെ ട്രാൻസ്ലേറ്റഡ് സയന്റിഫിക് ടെക്സ്റ്റിന്റെ ചില ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കാം. തുസാഇദുൽ ലഖാഹാത്ത് അലാ തഖ്വിയത്തി ജിഹാസിൽ മന്നാഅ. തഖ്വിയത്ത് ജിഹാസുൽ മന്നാഅ എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റം ആണ്. തഖ്വിയത്ത് പറഞ്ഞാൽ സ്ട്രെങ്തൻ ചെയ്യുക. ലഖാഹാത്ത് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ലഖാഹ് പറഞ്ഞു, അതിന്റെ ജം ആണ്. അപ്പോൾ വാക്സിൻസ് ഹെൽപ്പ് സ്ട്രെങ്തൻ ദ ഇമ്മ്യൂൺ സിസ്റ്റം. തുസാഇദുൽ ലഖാഹാത്ത് അലാ തഖ്വിയത്തി ജിഹാസിൽ മന്നാഅ. വാക്സിൻ ഒരു പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട മീനിങ് ക്ലാരിറ്റിയാണ്. ഈ സയന്റിഫിക് ട്രാൻസ്ലേഷനിൽ മീനിങ് ക്ലാരിറ്റി വേണം, ടെക്നിക്കൽ ആക്യുറസി വേണം, അതുപോലെ സിംപ്ലിസിറ്റി ഇൻ സ്ട്രക്ചർ വേണം. ഇതാണ് പ്രധാനപ്പെട്ട ടേംസ് ആയി പറയുന്നത്. ചില നസാഇഹുൻ മുഹിമ്മ ലിൽ മുതറജ്ജിമുൽ ഇൽമി, ഒരു ടിപ്സുകൾ, ചില നിർദ്ദേശങ്ങൾ നോക്കാം. സയന്റിഫിക് ട്രാൻസ്ലേഷൻ നടത്തുന്ന ട്രാൻസ്ലേറ്റേഴ്സിനുള്ള നിർദ്ദേശങ്ങൾ. ലാ തതർജിമുൽ കലിമാത്ത് ഫഖത്ത് ബൽ അഫ്ഹമുൽ ഫിക്ര അവ്വലൻ. ആദ്യമായി അങ്ങനല്ല, ലാ തതർജം അൽ കലിമാത്ത് ഫഖത്ത് ബൽ ഇഫ്ഹം അൽ ഫിക്ര അവ്വലൻ. ആദ്യമായി ആ ആശയം മനസ്സിലാക്കണം. വാക്കുകളായിട്ടല്ല ട്രാൻസ്ലേഷൻ ചെയ്യേണ്ടത്. തഹഖഖ് മിൻ സിഹത്തിൽ മുസ്തലഹാത്ത് ബിസ്തിഖ്ദാമി മസ്വാദിനിൻ മൗസൂഖ. അധികൃതമായ ശാസ്ത്രീയ പദനിഘണ്ടുകൾ ഉപയോഗിക്കണം, പദവാക്കുകൾ ഉപയോഗിക്കണം. ലാ തസ്തഖ്ദിം ഇബാറാത്തിൻ ഇൻഷാഇയ്യ ഔ അദബിയ്യ. പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് സയന്റിഫിക് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ അലങ്കാരപരമായ വാക്കുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സയന്റിഫിക് ട്രാൻസ്ലേഷൻസ് ഈക്വൽ ക്ലാരിറ്റി പ്ലസ് ആക്യുറസി പ്ലസ് ന്യൂട്രാലിറ്റി ആണ്. അതുപോലെ സ്റ്റേ ലോയൽ ടു ഒറിജിനൽ കോൺസെപ്റ്റ്
നോ ഇമോഷണൽ ഓർ റെറ്ററിക്കൽ അഡീഷൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് യൂണിറ്റ് 5 റിലീജിയസ് ട്രാൻസ്ലേഷൻ അത്തർജുമത്തു ദീനിയ. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ മതഗ്രന്ഥങ്ങൾ, മതചിന്താപരമായ ഗ്രന്ഥങ്ങളുടെയും അതിൻ്റെ ഒരു വേ ഓഫ് ട്രാൻസ്ലേഷൻ, അതിൻ്റെ പരിഭാഷാ ശൈലി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ ആദരവ്, ആത്മീയത, ശുദ്ധത, ഇതൊക്കെ ഫോളോ ചെയ്യുന്ന പരിഭാഷാ രീതികളാണ് പഠിക്കേണ്ടത്. അതുപോലെ ഖുർആന്, ഹദീസ്, പിന്നെ അതുപോലെ മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു മതങ്ങൾ, ബൈബിള്, ഖുർആൻ, മറ്റു ഹിന്ദു മതഗ്രന്ഥങ്ങൾ, ഇവയുടെയൊക്കെ വിവർത്തന ട്രാൻസ്ലേഷനുകളിലെ ഡിഫറൻസുകൾ, സ്റ്റൈലുകളിലുള്ള വ്യത്യാസങ്ങൾ പഠിക്കുക എന്നൊക്കെയുള്ളതാണ്. ഇതിൻ്റെ മുഖദ്ദിമയിൽ പറയുന്നുണ്ട്, അത്തർജുമത്തു ദീനിയ തസ്തമിലു തർജുമത്തൻ നുസൂസിൽ മുഖദ്ദസ മിസ്ലൽ ഖുർആനിൽ കരീം, അൽ ഇൻജീൽ, വൽ കുത്തുബിൽ ഫിഖഹിയ വത്തഫാസിർ. തർജുമത്തു ദീനിയ ഇൻക്ലൂഡ് ചെയ്യുന്നത് തർജുമത്തൻ നുസൂസിൽ മുഖദ്ദസ, ഹോളി ബുക്കുകളുടെ ട്രാൻസ്ലേഷനാണ്, ഹോളി ടെക്സ്റ്റുകളുടെ. മിസ്ലുൽ ഖുർആൻ കരീം, ഖുർആൻ പോലെ, ഇൻജീൽ, ബൈബിൾ പോലെ, കുത്തുബുൽ ഫിഖഹിയ, കർമ്മശാസ്ത്രപരമായ ഗ്രന്ഥങ്ങൾ പോലെ, തഫാസീർ, ഖുർആൻ വിശദീകരണ പിന്നെ ഗ്രന്ഥങ്ങൾ പോലെ. ഇത് പറയുന്നു തഹ്താജു ഇല അമാനത്തിൻ വദിഖത്തിൻ വഫഹ്മി അമീഖിൻ വഫഹ്മിൻ അമീഖിൻ ലിസിയാഖ്. ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ വളരെ ആത്മാർത്ഥതയും കൃത്യതയും, പിന്നെ ഓരോ വചനങ്ങൾ ഇറങ്ങുവാൻ, ഓരോ ഗ്രന്ഥങ്ങളിലെ വചനങ്ങൾക്കും കൃത്യമായൊരു പശ്ചാത്തലം ഉണ്ടാവും. ആ പശ്ചാത്തല ബോധം വളരെ കൃത്യമായി ഉണ്ടായിരിക്കണം. ഫഹ്മുൻ അമീഖ് ലിസിയാഖ്, സിയാഖ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നോളജ്, പശ്ചാത്തലം. ആ പശ്ചാത്തലത്തെക്കുറിച്ച് നന്നായി അറിവുണ്ടാകണം ഓരോ ആയത്തുകൾ അല്ലെങ്കിൽ ഓരോ വചനങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ. ഇതിൻ്റെ അൻവാൾ, മതപരമായ തർജുമയുടെ ഇനങ്ങൾ നോക്കാം. ഒന്ന് അത്തർജുമത്തുൽ ഹർഫിയാണ്, ലിറ്ററൽ ട്രാൻസ്ലേഷൻ. അത്തർജുമത്തുൽ ഹർഫിയ അത് പദാനുപാത വാക്കുകളുടെ ട്രാൻസ്ലേഷനാണ്, വാക്കുകളുടെ പരിഭാഷകൾ. അത് ഖുർആനിൽ അല്ലെങ്കിൽ മറ്റു ഖുർആൻ പോലെയുള്ള പദങ്ങളിൽ ഈ സ്റ്റൈല് ചിലപ്പോൾ പിന്നെ യൂസ് ചെയ്യാറുണ്ട്. ഓരോ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങൾ സുരക്ഷിതമായി പിന്നെ നിലനിർത്തണം എന്നാഗ്രഹിച്ചുകൊണ്ട്. രണ്ടാമത്തേത് തർജുമത്തു തഫ്സീരിയാണ്, ഇൻ്റർപ്രറ്റീവ് ട്രാൻസ്ലേഷൻ. അതായത് അർത്ഥപരമായ വിശദീകരണങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന വിവർത്തനം ഉണ്ടാവും. പിന്നെ മൂന്നാമത്തേത് അത്തർജുമത്തുൽ മൗലൂഇയ്യ, ടോപ്പിക്കൽ ട്രാൻസ്ലേഷൻ, വിഷയപ്രകാരം ഉള്ള വിവർത്തനമാണ്. ഉദാഹരണത്തിന് ഈമാൻ, തൗഹീദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീതി, അങ്ങനെ തുടങ്ങി. ഇതിൻ്റെ പ്രത്യേകത ഖസായിസു തർജുമത്ത് ദീനിയ എന്ന ഭാഗത്ത് ചില വാക്കുകൾ, അതായത് അത് ചിലപ്പോൾ ചോദിക്കാനുണ്ട്. അമാനത്ത്, ഇഹ്തിറാമ്, തവാലു, അൽ ഇൽമാമു ബിൽ മസ്തർ, അത്തഖസ്സുസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ പ്രത്യേകതകൾ. അതായത് അമാനത്ത് എന്നാൽ അറിയാം, വിശ്വാസ്യതയാണ്. ഇഹ്തിറാം എന്ന് പറഞ്ഞാൽ ആദരവോടെ വിവർത്തനം ചെയ്യാം. തവാലു എന്ന് പറഞ്ഞാൽ വളരെ ആത്മീയമായ അടക്കം, ഒരു വിനയം ഉള്ള ശൈലി യൂസ് ചെയ്യണം. അൽ ഇൽമാമു ബിൽ മസ്തർ, മുഖ്യഗ്രന്ഥം, മൂലഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് വേണം. പിന്നെ അത്തഖസ്സുസ്, വിശേഷമായ പഠനം ആവശ്യമാണ്. ഓക്കെ, പിന്നെ ചില ഉദാഹരണങ്ങൾ നോക്കാം. ഇന്നല്ലാഹ ലാ യദ്ലിമു الناس شيئا ولكن الناس أنفسهم يظلمون. അള്ളാഹു മനുഷ്യരോടൊന്നും അനീതി ചെയ്യാറില്ല, മനുഷ്യർ അവരവരോട് തന്നെയാണ് അനീതി ചെയ്യുന്നവർ. ഓക്കെ, പിന്നെ ബൈബിളിൽ നിന്നുള്ളൊരു കോട്ടുണ്ട്. തൂബാ ലി സ്വാനിഇസ്സലാം ലിഅന്നഹും അബ്നാ അല്ലാഹി യദ്ഊൻ. ബ്ലെസ്ഡ് ആർ ദ പീസ് മേക്കേഴ്സ്, ഫോർ ദേ ഷാൽ ബി കോൾഡ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. അതായത് പീസ് മേക്കേഴ്സ്, സമാധാനകാംക്ഷികൾക്ക് അനുഗ്രഹമുണ്ടാകട്ടെ, അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു എന്ന്. പിന്നെ ഒരു ദുആ കൊടുത്തിട്ടുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർലി വലിവാലിദയ്യ, അല്ലാഹുവേ എന്നെയും എൻ്റെ മാതാപിതാക്കളേക്കും മാപ്പ് നൽകണമേ.
ഇതിലെ അടുത്ത ഭാഗം പറയുന്നത് അസ്സുഉബാത്തു ഫി തർജുമത്തു ദീനിയ, റിലീജിയസ് ട്രാൻസ്ലേഷനിൽ വരുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ്, വെല്ലുവിളികളാണ്. ഒന്ന് അൽ മുസ്തലഹാത്തുൽ അഖായിദിയ, വിശ്വാസ പദങ്ങൾ മാറ്റാനാവാത്ത, അതങ്ങനെ നിലനിൽക്കും. അൽ മുസ്തലഹാത്തുൽ അഖായിദിയ. പിന്നെ അൽ ഹിഫാദ് അലൽ ഖുദ്സിയ, ദൈവപരമായ ശ്രേഷ്ഠത നിലനിർത്തണം. ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ആ ദൈവീകത നഷ്ടപ്പെടുത്തരുത്. പിന്നെ തർജുമത്തു റുമൂസ്, ചില ഉപമകൾ അതുപോലെ ആംഗ്യങ്ങൾ, അടയാളങ്ങളൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോഴുള്ള നേരിടുന്ന പ്രയാസം. അതുപോലെ ഇഖ്തിലാഫുൽ ഖൽഫിയാത്തു സഖാഫിയ, സാംസ്കാരിക വ്യത്യാസങ്ങൾ ചിലപ്പോൾ മാറ്റാനാവില്ല. അപ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്യപ്പെടുന്നവർ, വായിക്കുന്നവർ നിലകൊള്ളുന്ന സംസ്കാര പരിചയമാവില്ല മൂലഗ്രന്ഥത്തിൽ പരിചയപ്പെടുത്തുന്ന സംസ്കാരം. അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ. പിന്നെ ചില ടിപ്സുകൾ, ചില നിർദ്ദേശങ്ങൾ. നസായിഹ് മുഹിമ്മ ലിൽ മുത്തറജിമുദ്ദീനി, റിലീജിയസ് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ട്രാൻസ്ലേറ്റേഴ്സേക്കുള്ള ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. അൽ ഇൽത്തിസാമുൽ ഇഹ്തിറാമുൽ കാമിൽ ലിന്നസ്സ്, ആ ടെക്സ്റ്റിനോടുള്ള ആദരവ് നിലനിർത്തണം. ഒരിക്കലും ഗ്രന്ഥം ഒരു ഹാസ്യത്തിലേക്ക് പോകരുത്. രണ്ടാമത്തേത് അദമുൽ ഇജ്തിഹാദ് ഫിൽ മഅ്ന ഇല്ലാ ബിമസ്തർ, നമ്മൾ പുതിയ അർത്ഥങ്ങൾ സൃഷ്ടിക്കാതെ റിസർച്ച് ചെയ്യേണ്ടതില്ല, മൂലഗ്രന്ഥത്തിൽ നോക്കി അത് ചെയ്യണം. മൂന്നാമത്തേത് റുജൂ ഇലൽ മറാജി ശർഇയ്യൽ മൗസൂഖ, വിശ്വസ്തമായ ശർഇയ്യായ ടെക്സ്റ്റുകളിലേക്ക് അവലംബിക്കണം. ഖുർആൻ, തഫ്സീർ പോലെയുള്ള ഉറവിടങ്ങൾ അവലംബിക്കണം. അപ്പോൾ റിലീജിയസ് ട്രാൻസ്ലേഷൻ ഈസ് നോട്ട് ജസ്റ്റ് ലിംഗ്വിസ്റ്റിക്, ഇറ്റ്സ് സ്പിരിച്വൽ, കൾച്ചറൽ ആൻഡ് എത്തിക്കൽ. അതുപോലെ റിക്വയർസ് ഫെയ്ത്ത്ഫുൾനെസ് ടു മീനിങ്, ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പെക്ട്ഫുൾ ടോൺ. ട്രാൻസ്ലേറ്റേഴ്സ് മസ്റ്റ് സ്റ്റഡി തിയോളജിക്കൽ കോണ്ടെക്സ്റ്റ്, നോട്ട് ജസ്റ്റ് ലാംഗ്വേജ്. ഓക്കെ. അടുത്തത് യൂണിറ്റ് 6, സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ ടേംസ്, അൽ മുസ്തലഹാത്തുൽ ഇൽമിയ വത്തഖ്നിയ. ഇതിലെ അഹ്ദാഫ്, ഒബ്ജക്റ്റീവുകൾ പറയുകയാണെങ്കിൽ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ പ്രധാനപ്പെട്ട അറബി ഇംഗ്ലീഷ് പദങ്ങൾ പരിചയപ്പെടുത്തുക എന്നതും, അതുപോലെ ശുദ്ധവും കൃത്യവുമായ പരിഭാഷ തയ്യാറാക്കാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കുക എന്നതും, അതുപോലെ വ്യവസായം, വൈദ്യുതി, കമ്പ്യൂട്ടർ, മെഡിക്കൽ, എൻജിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലെ വൊക്കാബുലറീസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് അൽ മുസ്തലഹാത്തുൽ ഇൽമിയ വത്തഖ്നിയ ഹിയൽ കലിമാത്തുല്ലതി തുസ്തഖ്ദമു ഫിൽ ഉലൂം വത്തെക്നോളജിയ വൽ ഹന്ദസ വത്തിബ് വൽ കമ്പ്യൂട്ടർ. അപ്പോൾ ഈ സാങ്കേതിക ശാസ്ത്രീയ ട്രാൻസ്ലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിയൽ കലിമാത്തുല്ലത്തി തുസ്തഖ്ദം, അത് ഉപയോഗിക്കപ്പെടുന്ന വാക്കുകളാണ്. എവിടെ? ഫിൽ ഉലൂം, ശാസ്ത്ര, വത്തെക്നോളജി, സാങ്കേതിക, വൽ ഹന്ദസ, ഹന്ദസ എന്ന് പറയുന്നത് എൻജിനീയറിംഗ്, വത്തിബ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ രംഗം, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ രംഗം. ഈ രംഗങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന വാക്കുകൾ പരിചയപ്പെടുത്തുക, അതാണ് മുഖദ്ദിമയിൽ പറയുന്നത്. ഇത് തഹ്താജു ഇലാ തർജുമത്തിൻ ദഖീഖ ബിദൂനി തഹ്വീരിൻ ഔ തസീനിൻ ലുഗവിൻ, ഭാഷാപരമായ അലങ്കാരവും മാറ്റങ്ങളും ഇല്ലാതെ കൃത്യമായി ഇത് ട്രാൻസ്ലേഷൻ ചെയ്യണം. ചില ഉദാഹരണങ്ങൾ, വ്യത്യസ്ത മേഖലകളിലെ ഉദാഹരണം. അംസിലത്തു മിനൽ മജാലാത്തിൽ മുഖ്തലിഫ. ഒന്ന് മജാലു തിബി, മെഡിക്കൽ ഫീൽഡിലുള്ള ചില വാക്കുകൾ നോക്കാം. അത് നമ്മൾ നേരത്തെ കുറച്ച് വാക്കുകൾ പഠിച്ചു. ലോകത്തുദ്ദം നമ്മൾ പറഞ്ഞു, ബ്ലഡ് പ്രഷർ. ഫൈറൂസ്, വൈറസ് പറഞ്ഞു. ലക്കാഹ്, വാക്സിൻ എന്നാണെന്ന് പറഞ്ഞു. ഇനി ഇതിൽ പറയുക അമലിയത്തുൻ ജിറാഹിയ, സർജറിക്ക് അമലിയത്തുൻ ജിറാഹിയ എന്ന് പറയാം. അതുപോലെ കാർഡിയോളജിസ്റ്റിന് തൊബീബുൽ ഖൽബ് എന്ന് പറയും, കാർഡിയോളജിസ്റ്റ്. ഇനി എൻജിനീയറിംഗ് ഫീൽഡ്, അൽ മജാലുൽ ഹന്ദസൈ, എൻജിനീയറിംഗ് ഫീൽഡിലുള്ള ചില വാക്കുകൾ നോക്കാം. ഹന്ദസ കഹ്റുബായിയ, ഇലക്ട്രിക്കൽ എൻജിനീയറിംഗിനാണ് ഹന്ദസ കഹ്റുബായിയ എന്ന് പറയും. ലോകത്തുൽ ഹവാ, എയർ പ്രഷർ.
ഓക്കെ. അതുപോലെ മാദത്തുൻ ഹാം, റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തു. അതുപോലെ തസ്മീം, ഡിസൈൻ. തഖ്നിയ, ടെക്നോളജി. അപ്പോൾ ഡിസൈനിന് തസ്മീം എന്നും റോ മെറ്റീരിയലിന് മാദത്തുൻ ഹാം എന്നും എയർ പ്രഷറിന് ലോകത്തുൽ ഹവാ എന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിന് ഹന്തസത്തുൻ കഹ്റുബായിയ എന്നും പറയും. ഓക്കെ. ഇനി അൽ മജാലു സനാഇ, ഇൻഡസ്ട്രിയൽ ഫീൽഡ്. സിനാഇ. മസ്ന, ഫാക്ടറി. ഇൻതാജ്, പ്രൊഡക്ഷൻ. തക്കല്ലുഫ, കോസ്റ്റ്. ജൗദ, ക്വാളിറ്റി. ഖത്തുൽ ഇൻതാജ്, പ്രൊഡക്ഷൻ ലൈൻ. ഓക്കെ. പ്രൊഡക്ഷൻ ലൈൻ, ഖത്തുൽ ഇൻതാജ്, ക്വാളിറ്റി, ജൗദ. കോസ്റ്റിന് തക്കല്ലുഫ, പ്രൊഡക്ഷൻ ഇൻതാജ്, ഫാക്ടറി മസ്ന. ഇനി ഇതിൻ്റെ ഹസായിസ് നോക്കാം. ഒന്ന് സബാത്താണ്. ഒരേ പദം ഓരോ സ്ഥലത്തും ഒരേ അർത്ഥത്തിൽ പിന്നെ ഉപയോഗിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ അതുപോലെ അദ്ദിഖ, അർത്ഥത്തിൽ അല്പം പോലും വ്യതിയാനം ഉണ്ടാകരുത്, കൃത്യത ഉണ്ടായിരിക്കണം. അദമു തർജുമത്തുൽ ഹർഫിയ, പദാനുപാത വിവർത്തനം ആവശ്യമില്ല. അൽ ഇസ്തിഖ്ദാമുൽ അമലി, പ്രായോഗിക രംഗത്ത് ഉപയോഗിക്കാവുന്ന രീതിയിൽ ആയിരിക്കണം. അപ്പോൾ പിന്നെ ട്രാൻസ്ലേഷൻ ഡ്രിൽസ് ഇൻക്ലൂഡ് സെൻറ്റൻസ് കംപ്ലീഷൻ, പിന്നെ അതൊക്കെ വേണം. ഓക്കെ. സയൻറ്റിഫിക് ടെക്നിക്കൽ ടേംസ് മസ്റ്റ് ബി ഹാൻഡിൽഡ് വിത്ത് പിന്നെ കെയർഫുള്ളി. ഡു നോട്ട് ഡെക്കറേറ്റ് ഓർ ഇൻ്റർപ്രറ്റ്, ജസ്റ്റ് കൺവേ ദ കറക്റ്റ് ടെക്നിക്കൽ മീനിങ്. പ്രാക്ടീസ് ടെർമിനോളജി ഫ്രം റിയൽ വേൾഡ് ഫീൽഡ് ലൈക്ക് മെഡിസിൻ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എക്സെട്ര. നമ്മൾ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ MAL 006 സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ലേഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ മുൻകഴിഞ്ഞ എക്സാമിന് വന്ന ഭാഗങ്ങൾ കൂടെ പരിഗണിച്ച് തയ്യാറാക്കിയ നോട്ട്സ് ആയതുകൊണ്ട് എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആവും. ഇനി നമ്മൾ MAL 007 അതിന് കുറച്ചും കൂടെ ഇതിനേക്കാൾ കുറച്ച് ഡീറ്റെയിലിംഗ് ആവശ്യമാണ്, എക്സ്പ്ലനേഷൻ ആവശ്യമാണ്. ഇതിനേക്കാൾ കുറച്ചുകൂടെ വലുതായി എന്നാൽ പ്രധാനപ്പെട്ടത് മാത്രം പറയുന്ന ഇമ്പോർട്ടൻറ്റ് നോട്ട്സുമായി നമുക്ക് MAL 007 വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനിലായി വരണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം. വിജയാശംസകൾ.